പണത്തിനും പ്രഭാവത്തിനും ഒരു വാല്യൂ ഇല്ല. സ്നേഹം ദൈവം പറഞ്ഞത് നിങ്ങൾ അടുത്തുള്ള ഒരാളെ സ്നേഹിപ്പിക്കുന്നതാണ്, അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറയണത്. അതെ, സ്നേഹത്തിന് മാത്രം വില മതി. അതെ, അതിൽ പണമോ പ്രതാപം അങ്ങനെയുള്ള സംഭവത്തിന് ഇതില്ല. അതെ, മനുഷ്യനെ മനസ്സിലാക്കുക. അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കൊണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ബിജു ഇബിനിസർ എന്ന് പറഞ്ഞ ബ്രോനെ കാണാനാണ്. ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇതാണ് ബിജു. ഹായ്, നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖം. അതെ, ഹൈറ്റ് ഒരു 180 അടുത്തുണ്ടാവും അല്ലേ? അതെ. അപ്പോൾ ആളുടെ രണ്ടാം വിവാഹമാണ് അല്ലേ? തീർച്ചയായും. അതെ, എനിക്ക് നമുക്കിരുന്ന് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായത്? 43 വയസ്സ്. 43 വയസ്സാണ് ആയത്. ആദ്യം ഒരു വിവാഹം കഴിഞ്ഞിരുന്നു. ആ വൈഫ് വേറൊരാളെ സ്നേഹിച്ചിട്ട് അങ്ങനെ പോയതാണ്. അതിലൊരു പെൺകൊച്ചുണ്ട് അല്ലേ? പെൺകൊച്ചുണ്ട്. അതെല്ലാം വൈഫിൻ്റെ കൂടെയാണ്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസം? ഏതാണ്ട് ഒരു 9 വർഷം, 9-10 വർഷത്തിന് അടുപ്പിച്ചായി. 10 വർഷത്തിനടുപ്പിച്ചായി അല്ലേ? അതെ. ലീഗലൊക്കെ അത് പേപ്പർ ഡിവോഴ്സൊക്കെ ആയല്ലോ അല്ലേ? എല്ലാം. അതെ, ഡിവോഴ്സൊക്കെ ആയ. ബാധ്യത അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഇത് ബിജു ബ്രോൻ്റെ വീടല്ല, ഇവരെ കസിൻ്റെ ഒരു വീട്ടിലാണുള്ളത്. അപ്പോൾ സ്വന്തം വീട് എവിടെയാണ് വരുന്നത്? മുളയാറ അല്ലേ? മുളയാറ. അവിടെ ഇപ്പോൾ ആരും ഇല്ല അല്ലേ? ഇല്ല, അവിടെ ഇപ്പോൾ ആരും ഇല്ല. അമ്മ മരിച്ച ശേഷം. അതെ, ആരും ഇല്ല, ഒറ്റക്കാണ് താമസം. അപ്പോൾ ഒറ്റയ്ക്ക് താമസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭക്ഷണത്തിന് പാകം ചെയ്യാനായാലും ഒരു സംസാരിക്കാനായാലും ഒന്നിനും ആരും ഇല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെ ജോബ് എന്താണ്? ഞാൻ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്നു, മേശിരിപ്പണി. ഇവരൊരു വീട് മൊത്തത്തിൽ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയൊക്കെയാണ് അല്ലേ? അതെ. തേപ്പ് എല്ലാ പണിയും ചെയ്യും. ടൈലിൻ്റെയും തേപ്പിൻ്റെ ടൈല് വയറിങ് അങ്ങനെയുള്ളതല്ല, നമ്മൾ കെട്ടും തേപ്പും. കെട്ടിടത്തിൻ്റെ കെട്ടും തേപ്പും മൊത്തത്തിൽ ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ ക്രിസ്ത്യനിൽ ഏതാ വരുന്നത്? ക്രിസ്ത്യൻ നാടാർ. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ഇതൊന്നും നോക്കുന്നില്ല. ഇല്ല, ജാതി മത വിഷയം എന്നുള്ളത് സാർ. ജാതി മതമൊന്നും നോക്കുന്നില്ല, മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ ആവുക. ഒരു എത്ര വയസ്സ് വരെയുള്ളൊരു ആലോചന നമ്മൾ നോക്കാം? നമുക്കൊരു 40 വയസ്സ് വരെ മാക്സിമം 40 വരെ. അതെ, 40 വയസ്സ് വരെയുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാലോ. അതിൽ മക്കളുള്ള ആലോചന നമ്മൾ എടുക്കുന്നുണ്ടോ അല്ല എങ്ങനെയാണ്? 5 വയസ്സിന് താഴോട്ടുള്ളതാണെങ്കിൽ സ്വീകരിക്കും. 5 വയസ്സിന് താഴെയുള്ള മക്കളുള്ള ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കാം. തീർച്ചയായിട്ടും. ദൂരം പ്രശ്നമില്ലല്ലോ? ദൂരം നമുക്ക് പ്രശ്നമില്ല. അതെ, ദൂരം പ്രശ്നമില്ല. 5 വയസ്സിൻ്റെ ഉള്ളിൽ മക്കളുള്ള ആലോചനയാണെങ്കിൽ ഒരു 40 വയസ്സ് വരെയൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം. പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഡിവോഴ്സായി ഒറ്റപ്പെട്ട് പോയവരൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ ക്രിസ്ത്യൻ തന്നെ അങ്ങനെയൊന്നും ബിജു ബ്രോ നോക്കുന്നില്ല. ഏത് ജാതി മതമായാലൊന്നുമില്ല, സ്നേഹിക്കാനുള്ള മനസ്സുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വന്നോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആളുകൾ വിളിക്കുമ്പോൾ അന്വേഷിക്കണം, നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. അവരെപ്പറ്റി നാട്ടിലൊക്കെ അന്വേഷിച്ചേ എടുക്കാവുള്ളൂ. എല്ലാവരും നല്ലവരായിരിക്കണം എന്നില്ല. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അന്വേഷിച്ച് നിങ്ങൾ ചെയ്യുക, ആലോചനകൾ വരുമ്പോൾ കേട്ടോ. തീർച്ചയായിട്ടും. വേറെ ഡിമാൻഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഡിമാൻഡുകളൊന്നുമില്ല. അതെ, നമ്മൾ പാവപ്പെട്ട വീട്ടിൽ തീർച്ചയായിട്ടും ഏത് കാറ്റഗറിയിലായിരുന്നാലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൈ കൊടുക്കും. അതെ, തീർച്ചയായും. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ടും പിന്നെ ജോലി കാര്യങ്ങളൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അത് ആ സാഹചര്യത്തിനനുസരിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അത് കാറ്റഗറി കുഴപ്പമില്ല. അതെ. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേക ഒരു ജീവിതത്തിൽ ഒരു അങ്ങനെ ആയി, ഒരു കല്യാണം കഴിഞ്ഞു അതങ്ങനായി. പക്ഷേ ഇനിയുള്ള ഒരു ജീവിതം നല്ലൊരു ലൈഫായിരിക്കണം എന്നുള്ളതാണ്. സ്നേഹത്തിന് മാത്രമാണ് ഇവിടെ പ്രാധാന്യം, വേറൊന്നും ബിജുവിന് പറയാം. പണത്തിനും പ്രഭാവത്തിനും ഒരു വാല്യൂ ഇല്ല. സ്നേഹം ദൈവം പറഞ്ഞത് നിങ്ങൾ അടുത്തുള്ള ഒരാളെ സ്നേഹിപ്പിക്കുന്നതാണ്, അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറയണത്. അതെ, സ്നേഹത്തിന് മാത്രം വില മതി. അതെ, അതിൽ പണമോ പ്രതാപം അങ്ങനെയുള്ള സംഭവത്തിന് ഇതില്ല. അതെ, മനുഷ്യനെ മനസ്സിലാക്കുക. അതെ, തീർച്ചയായും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വാ. എനിക്ക് കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല. പിന്നെ പുള്ളിയുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ കുറച്ചൊരു ഹൈറ്റൊക്കെ ഉള്ള അല്ലേ? ഹൈറ്റ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഒരു 5 അടി പൊക്കോ 4.5 അടി പൊക്കോ അതിന് താഴോട്ട് വരായിരുന്നത്. അതെ, അതൊന്നും നമുക്ക് വിഷയമില്ല. അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. ഒന്നും പറയാനില്ല. അപ്പോൾ 5 വയസ്സിൻ്റെ ഉള്ളിലുള്ള പാർട്ട്ണർ മാത്രം ആ ഒരു കാറ്റഗറി, മനുഷ്യനെ സ്നേഹിക്കുക അങ്ങനെയുള്ള പെൺകുട്ടി. തീർച്ചയായും.
അങ്ങനെയുള്ള ഒരാൾ വരട്ടെ. അപ്പോൾ അത്രേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളിതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യ്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇപ്പോൾ ഇതൊരു അറിയാലോ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, ഒരാളെ ലൈഫിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു കുട്ടികളെ പരിചയം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഒരു ലൈഫ് കിട്ടുന്ന കാര്യമാണ്. പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ല, ഇവർ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സമാധാനത്തിൽ അങ്ങനെ ജീവിക്കുക. സ്വന്തം വീട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അല്ലേ. വേറെ സാമ്പത്തിക ബാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല. പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഹെൽത്ത് പ്രോബ്ലം ഇപ്പം എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല കേട്ടോ, നമ്മളൊരു പൊതുവേ ഒരു കാര്യം ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ ആള് ഉഷാറാണ്, ഒറ്റക്കൊരു വീട്ടിൻ്റെ പണിയെല്ലാം നിന്നെടുക്കുന്നതാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളിതിൽ കോൺടാക്ട് ചെയ്യും, നമ്പർ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇതേപോലെ കല്യാണങ്ങൾ നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇതിലൊക്കെ നമ്മുടെ ബ്രോക്കർ ബ്രോ എന്നുള്ള ആപ്പ് ആയാലും അതൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിലൊരുപാട് ഇതുപോലെ മാരേജ് പ്രപ്പോസൽസ് വരും. പെണ്ണുങ്ങളെല്ലാം തീർച്ചയായിട്ടും അതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചു. രജിസ്റ്റർ ചെയ്ത ആരെയും മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫേക്ക് ആൾക്കാർ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളെ പ്രൊഫൈൽ ഹിഡൻ ആയിരിക്കും. നിങ്ങൾ വീഡിയോ ഇട്ടാലാണ് അത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആപ്പ് ബ്രോക്കർ പ്രോ എന്നുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അതുപോലെ നമ്മളെ FB പേജ് ഇതായാലും പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വെച്ചു. അതിലൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ കല്യാണ വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ ആളാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ചു. അതിൽ വേറെ മിഡിൽ മേനും കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് സംസാരിക്കുക, കല്യാണം കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ, കൂടുതലൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. കല്യാണത്തിന് വിളിക്കുമോ? നമ്പർ തന്നിട്ട് വിളിച്ചു. ആയിക്കോട്ടെ, ശരി.